പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബുദ്ധി, ഇൻ്റലിജൻസ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ബുദ്ധി, ഇൻ്റലിജൻസ്, എങ്ങനെയാണ് അതിനെ നിർവചിക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ബുദ്ധി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ പഠിക്കാൻ, പഠിച്ച കാര്യങ്ങൾ ഗ്രഹിക്കാൻ, ഗ്രഹിച്ച കാര്യങ്ങൾ അപഗ്രഥിക്കാൻ, അതുപോലെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗണിക്കാൻ, അതുപോലെ യുക്തിപൂർവമായി ചിന്തിക്കാൻ, ഒരു ഭാഷ പ്രയോഗിക്കാൻ, ഒരു വ്യക്തിക്ക് പുതിയ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാനുള്ള ക്ഷമത, ഇവയെല്ലാം കൂടിച്ചേർന്ന ആകെ തുകയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും അപഗ്രഥിക്കാനും, അതുപോലെ ഗണിക്കാനും യുക്തിപൂർവമായി ചിന്തിക്കാനും ഭാഷകൾ ഉപയോഗിക്കാനും, അതുപോലെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള ഒരു വ്യക്തിയുടെ ക്ഷമതയെ, കഴിവിനെ നമുക്ക് ബുദ്ധി എന്ന് പറയാം. ബുദ്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃശാസ്ത്രജ്ഞന്മാർ ധാരാളം നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു നിർവചനവും പൂർണ്ണതോതിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ചില മനഃശാസ്ത്രജ്ഞന്മാരുടെ നിർവചനങ്ങൾ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് തൊണ്ടേഗിൻ്റെ നിർവചനം. തൊണ്ടേഗ് പറയുന്നത്, പൂർവകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി. നമുക്ക് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ബുദ്ധി എന്നാണ് തൊണ്ടേഗ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു നിർവചനം, ഡെഫിനിഷൻ. തൊണ്ടേഗിൻ്റെ ഡെഫിനിഷനാണ് പൂർവ്വകാലാനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി. ബുദ്ധി സിദ്ധാന്തങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 3 വിഭാഗമായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ഏക ഘടക സിദ്ധാന്തം. ഒരു വ്യക്തിക്ക് പഠിക്കാനും ഗ്രഹിക്കാനും ഗണിക്കാനും അപഗ്രഥിക്കാനും ഒക്കെ ബുദ്ധിക്ക് ആകെ ഒരു ഘടകമേ ഉള്ളൂ. ആ ഘടകം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്, അതിന് വ്യത്യസ്ത ഘടകങ്ങളൊന്നുമില്ല എന്ന് പ്രതിപാദിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തങ്ങൾ. അപ്പോൾ ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതാണ് ഏകഘടക സിദ്ധാന്തം. ആദ്യകാലങ്ങളിൽ, തുടക്കകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം. എന്നാൽ തൊണ്ടേഗ് ഒക്കെ ആർഗ്യൂ ചെയ്തതുപോലെ ബഹുഘടക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപജ്ഞാതാവ് തൊണ്ടേഗിയാണ്. ബഹുഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്, ബുദ്ധി എന്ന് പറയുന്നത് വിവിധ പ്രവർത്തനങ്ങൾ അന്തർഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഗ്രഹിക്കാൻ ഒരു പാർട്ടുണ്ട്, അപഗ്രഥിക്കാൻ വേറൊരു പാർട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഫാക്ടേഴ്സുകൾ, വ്യത്യസ്ത ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് ബുദ്ധി എന്നാണ് ബഹുഘടക സിദ്ധാന്തം അഭിപ്രായപ്പെടുന്നത്. ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് തൊണ്ടേഗാണ്. തൊണ്ടേഗുവാണ് ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ മറ്റൊരു സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് സ്പിയർമാൻ ആണ്. സ്പിയർമാൻ. ബുദ്ധിക്ക് 2 ഘടകങ്ങളാണുള്ളത്. സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിക്ക് 2 ഘടകമാണുള്ളത്. ഒന്നത് സാമാന്യ ഘടകം, അതുപോലെ വിശിഷ്ട ഘടകം, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. അപ്പോൾ അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് ദ്വിഘടക സിദ്ധാന്തങ്ങൾ. സ്പിയർമാൻ പറയുന്നു, ബുദ്ധിക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് സാമാന്യ ഘടകം. സാമാന്യ ഘടകം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ജന്മനാൽ ലഭിക്കുന്നതാണ് സാമാന്യ ഘടകം. ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രയാസമുള്ള അവസ്ഥയെ നേരിടാനുള്ള ഒരു കഴിവ്, അത് സത്യത്തിൽ ജന്മനാ ലഭിക്കുന്നതാണ്. ചില ആളുകൾ പെട്ടെന്ന് ഫീലാവുന്നത് കാണാം. അത് അവർക്ക് ജന്മനായുള്ള ഒരു സിദ്ധിയാണ്. അപ്പോൾ ഈ ജി ഫാക്ടർ എന്നാണ് ഇതിനെ, ജനറൽ ജി ഫാക്ടർ എന്നാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്. ജി ഫാക്ടറും എക്സ് ഫാക്ടറും.
അപ്പോൾ ജി ഫാക്ടർ കൂടുന്തോറും ഒരു വ്യക്തിക്ക് ജീവിത വിജയം കൂടുമെന്നാണ് ഈ സ്പിയർമാൻ പറയുന്നത്. അപ്പോൾ 2 ഫാക്ടറാണുള്ളത്. ഒന്ന് സാമാന്യ ഘടകം, അത് ആ വ്യക്തിയുടെ ജന്മനാ ലഭിക്കുന്നതാണ്, ആ വ്യക്തിയുടെ പാരമ്പര്യപരമായിട്ട് ലഭിക്കുന്നതാണ് ഈ സാമാന്യ ഘടകം, ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു വ്യക്തി തൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്ന്, തൻ്റെ പരിസരത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി സ്കൂളിലേക്ക് പോകുന്നു, വിദ്യാഭ്യാസം നേടുന്നു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വളരുന്നു. അതൊരു സ്പെസിഫിക് ഫാക്ടറാണ്, വിശിഷ്ട ഘടകമാണ്. ആ വ്യക്തി ഉണ്ടാക്കിയെടുത്തത്, പരിസ്ഥിതിയിൽ നിന്നും ആർജിച്ചെടുത്തതാണ്. അതിനെ സ്പെസിഫിക് ഫാക്ടർ അല്ലെങ്കിൽ വിശിഷ്ട ഘടകമെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള 2 ഘടകങ്ങളുണ്ടെന്ന് പറയുന്നതാണ് സ്പിയർമാനൊക്കെ പറയുന്ന ആ ഒരു സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം. ഇൻ ഷോർട്ട് നമുക്ക് പറയാനുള്ളത് 3 തരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ഏകഘടകം, ബഹുഘടകം, ദ്വിഘടകം. ബഹുഘടകത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നു തൊണ്ടേഗ്. ദ്വിഘടക സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നു സ്പിയർമാൻ. ഇത്രയുമാണ് നമുക്ക് PSCയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ പറയാം. ഇനി ഇതിൻ്റെ ഒരു ചരിത്രം, ബുദ്ധി മാപനവും അതുമായി ബന്ധപ്പെട്ട ചരിത്രവുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബുദ്ധി എന്താണ്, എങ്ങനെയാണ് ബുദ്ധിയെ അളക്കുന്നത് എന്ന് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ അവിടുത്തെ ഗവൺമെൻറ് അവിടെ ഒരു കരിക്കുലം ഫോം ചെയ്തു, 2 കരിക്കുലം ഫോം ചെയ്തു. ഹയർ ലെവൽ കരിക്കുലവും ലോവർ ലെവൽ കരിക്കുലവും. ബുദ്ധിയുള്ള കുട്ടികൾക്ക് ഹയർ ലെവൽ കരിക്കുലം. ആ ബുദ്ധി കുട്ടികൾക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തണം. ഏത് കുട്ടിയാണ് ബുദ്ധിയുള്ളത്, ഏത് കുട്ടിയാണ് കുറവ് ബുദ്ധിയുള്ളത്. അങ്ങനെ ബുദ്ധി കൂടിയ കുട്ടികൾക്ക് ഹയർ ലെവൽ കരിക്കുലവും കുറഞ്ഞ കുട്ടികൾക്ക് ലോവർ ലെവൽ കരിക്കുലവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യ ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1905 ആദ്യ ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ശ്രമം നടത്തുന്ന ആദ്യ ശ്രമം, ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തുന്നത് ആൽഫ്രഡ് ബിനെറ്റ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, ആൽഫ്രഡ് ബിനെറ്റ് ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ആദ്യ ശ്രമം 1905 നടത്തുന്നത്. 1905 ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ആദ്യ ശ്രമം എന്നാണ് പറഞ്ഞത്, ആൽഫ്രഡ് ബിനെറ്റാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു റിസർച്ച് ചെയ്യുകയുണ്ടായി. തിയോഡർ സൈമൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ 1908 ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ചെയ്യുകയുണ്ടായി. കോൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഏജ് എന്ന് പറയുന്ന ഒരു പഠനം അദ്ദേഹം നടത്തി. കോൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഏജ്. അപ്പോൾ അത് നടത്തിയിട്ടുള്ളത് തിയോഡർ സൈമൺ ആണ്. അപ്പോൾ 1908 തിയോഡർ സൈമൺ കോൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഏജ് എന്ന് പറയുന്ന ഒരു പഠനം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1908 തിയോഡർ സൈമണിൻ്റെ കോൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഏജ് എന്ന് പറയുന്ന ഒരു പഠനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1912 വില്യം സ്റ്റേൺ ആദ്യമായി ബുദ്ധിമാപനം എന്ന് പറയുന്ന ആശയം ആവിഷ്കരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 1912 ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ആശയം ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്നത്. ആവിഷ്കരിച്ച വ്യക്തി വില്യം സ്റ്റേൺ. വർഷം 1912. അപ്പോൾ 1912 ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ആശയം ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്നത് വില്യം സ്റ്റേൺ ആണ്. അദ്ദേഹം അതിനൊരു ഇക്വേഷൻ കൊടുത്തു. IQ എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ CA, മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അദ്ദേഹം കൊടുക്കുകയാണ്. IQ = MA ഡിവൈഡഡ് ബൈ CA. ഓക്കെ. പിന്നീട് 1916 ഈ ഇക്വേഷൻ ടെർമാൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ചു. അത് എങ്ങനെയാക്കി? IQ എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 എന്നുള്ള ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റി. അത് മാറ്റിയിട്ടുള്ളത് ടെർമാൻ ആണ്. അപ്പോൾ ബുദ്ധിമാപനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ആശയം ആവിഷ്കരിച്ചത് വില്യം സ്റ്റേൺ ആണ് 1912. 1916 ടെർമാൻ അത് ആവിഷ്കരിച്ചു. IQ = MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100 എന്ന് ആക്കി മാറ്റി. MA എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജ്,
മാനസിക പ്രായം. അതുപോലെ ക്രോണോളജിക്കൽ ഏജ് ആണ് CA എന്ന് പറയുന്നത്. അത് കാലിക വയസ്സെന്നാണ് അതിൻ്റെ മലയാളം. ഇനി ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട റിസർച്ചുകളും കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് ഡോക്ടർ CH റൈസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയിട്ടുള്ളത് ഡോക്ടർ CH റൈസ് ആണ്. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ബിനെറ്റ് പെർഫോമൻസ് സ്കെയിൽ പുറത്തിറക്കിയത് CH റൈസ് ആണ്. അതുപോലെ CAVD എന്ന ബുദ്ധിശോധകം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള തൊണ്ടൈഗ്. CAVD എന്ന ബുദ്ധിശോധകം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് തൊണ്ടൈഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു വ്യക്തിയുടെ മെൻ്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജുമായി രണ്ടും ഒരുപോലെയാണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് അല്ലെങ്കിൽ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും. അപ്പോൾ പൊതുവേ ഒരു സാധാരണ ഒരു വ്യക്തിയുടെ IQ എന്ന് പറയുന്നത് 100 അല്ലെങ്കിൽ 100ന് അടുത്തോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെൻ്റൽ ഏജ് ഈക്വൽ ടു CA ആണെങ്കിൽ ആ വ്യക്തിയുടെ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് ഉയർന്നും ക്രോണോളജിക്കൽ ഏജ് കുറവുമാണെങ്കിൽ ആ വ്യക്തിക്ക് ബുദ്ധി കൂടുതലാണ്. മെൻ്റൽ ഏജ് മാനസികമായിട്ടുള്ള പ്രായം കൂടുതലും എന്നാൽ ശരിക്കുള്ള പ്രായം ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് കുറവുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് IQ കൂടുതലായിരിക്കും, 100ന് മുകളിലായിരിക്കും. ഇനി നേരെ തിരിച്ച് ഒരു വ്യക്തിയുടെ മെൻ്റൽ ഏജ് വളരെ താഴ്ന്നതും എന്നാൽ ക്രോണോളജിക്കൽ ശരിയായ വയസ്സ് കൂടുതലുമാണെങ്കിൽ ഒരു വ്യക്തിക്ക് 14 വയസ്സ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് 14 വയസ്സ്, ആ വ്യക്തി ഒരു 8 വയസ്സുകാരൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ IQ എന്ന് പറയുന്നത് 100ന് താഴെയായിരിക്കും. ഒന്നാമത്തെ ഇതിൽ 14 വയസ്സുകാരൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്നുവെങ്കിൽ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും. രണ്ടാമത്തെ ഇതിൽ MA മോർ ദാൻ CA എന്ന് പറയുന്ന സാഹചര്യം, ഒരു വ്യക്തി 14 വയസ്സുകാരൻ 20 വയസ്സുകാരൻ്റെ ബുദ്ധി കാണിക്കുന്നെങ്കിൽ IQ എന്ന് പറയുന്നത് 100ന് മുകളിലായിരിക്കും. മൂന്നാമത്തെ ഇതിൽ പറയുന്നു ഒരു 14 വയസ്സുകാരൻ 8 വയസ്സുകാരൻ്റെ ബുദ്ധി കാണിക്കുന്നുവെങ്കിൽ IQ 100ന് താഴെയായിരിക്കും. വളരെ സിമ്പിളാണ്, ഒന്ന് പറഞ്ഞു മാത്രം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രാഫിൽ പറയുന്നത് ലോകത്തുള്ള വ്യക്തികളുടെ IQ സ്കോർ എങ്ങനെയാണ് വിതരണം ചെയ്തിട്ടുള്ളത്, IQ സ്കോറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കുക. ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഇവിടെ മിഡിൽ പാർട്ടിൽ 100 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഈക്വൽ ആവുന്നതാണ് 100 എന്ന് പറയുന്നത്. അത് ഇടവിട്ടിട്ട് ഓരോ 15 ഇടവിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. 100, 115, 130, 145. ഇനി താഴോക്ക് വന്നു കഴിഞ്ഞാൽ 85, 70, 55. ഇവിടെ മിഡിൽ പാർട്ടിൽ കൊടുത്തിട്ടുള്ള ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള ഭാഗം നോക്കാം. ലോകത്ത് ഒട്ടുമിക്ക ആളുകളുടെയും IQ എന്ന് പറയുന്നത് 100ന് അടുത്ത്, ഒന്നുകിൽ 100 അല്ലെങ്കിൽ 100 കൂടിയിട്ട് അല്ലെങ്കിൽ 100 100ന് കുറഞ്ഞോ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 68% ആളുകളുടെയും, ലോകത്തുള്ള 68% ആളുകളുടെയും IQ 100ന് അടുത്താണ് ഉള്ളത്. ഇത് തന്നെ 2 ഡിവിഷൻ ഉണ്ട്. 100ന് മുകളിൽ 100നും 115നും ഇടയിലായിട്ട് 34%, 85നും 100നും ഇടയിലായിട്ട് 34%, ടോട്ടൽ 34 + 34 68%. ലോകത്തോട്ടുള്ള 68% ആളുകളുടെയും IQ 100ന് ഏകദേശം 100ന് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇതാണ് ഈ ഒരു ഗ്രാഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ കുറച്ചുകൂടി ബുദ്ധി കൂടിയായിട്ടുള്ള ആളുകൾ, മെൻ്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കൂടുതലുള്ള ആളുകൾ, അപ്പോൾ സ്കോർ 115നും 130നുമുള്ള ആളുകൾ 14% ആളുകൾ മാത്രമാണ്. 14% ആളുകൾക്ക് 115നും 130നും ഇടയിലാണ് സ്കോർ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പുറത്തും വരുമ്പോൾ 70നും 85നും ഇടയ്ക്കും 14%. ഓക്കെ, 130നും മുകളിൽ
അതായത് 130-നും 145-നും ലോകത്തുള്ള 2% ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഐക്യം ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിയുള്ളൂ. അപ്പോൾ 2% മാത്രം, 130-ന് മുകളിലുള്ളത് 145-നും ഇടയിലായിട്ടുള്ളത് ആകെ 2%. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും 55%-നും 70-നും ഇടയ്ക്കും 2% ഉള്ളൂ. 145-ന് മുകളിലുള്ള വ്യക്തികൾ 0.1% മാത്രമേ ഉള്ളൂ. 0.1% ആളുകൾ എന്ന് പറയുമ്പോൾ 145-ന് മുകളിലുള്ള ശതമാനം വളരെ കുറവാണ്. 0.1% മാത്രമേ ഉള്ളൂ. ഇതാണ് IQ സ്കോറിൻ്റെ ഒരു വിതരണം എന്ന് പറയുന്നത്. ലോകത്തിലുള്ള ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ശരാശരി വ്യക്തിയുടെ IQ എത്രയാണ്, അല്ലെങ്കിൽ 100-ഓ 100-നടുത്തോ ഉള്ള സംഖ്യ നിങ്ങൾ ഓപ്ഷനിൽ തരികയാണെങ്കിൽ അത് ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ഏറ്റവും കൂടുതൽ 68%-മാണ് 100-ഓ 100-ൻ്റെ അടുത്തോ ആയിട്ട് ആളുകളുടെ IQ വരുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല നമസ്കാരം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.